വെൽക്കം ബാക്ക് അവർ ന്യൂ മാത്തമാറ്റിക്സ് ക്ലാസ്. എല്ലാവർക്കും പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ആ സെക്ഷനിൽ ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്കുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിലേക്ക് വി കൻ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദ സർക്കിൾ ആൻഡ് quadrilateral. So basically it's one is a cyclic quadrilateral. Look at here. In the picture, A, B, C, D are points on a circle centered at O. O സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിലുള്ള പോയിന്റ്സുകളാണ് എ ബി സി ഡി എന്ന് പറയുന്നത്. ഓക്കെ, ചിത്രത്തിൽ ദ ലൈൻ എ സി ആൻഡ് ബി ഡി, എ സി എന്ന് പറയുന്ന ലൈനും ബി ഡി എന്ന് പറയുന്ന ലൈനും ആർ എക്സ്റ്റെൻഡഡ് നീട്ടി വരച്ചിട്ടുണ്ട് ടു മീറ്റ് അറ്റ് പി. അവ എന്തിൽ മീറ്റ് ചെയ്തു? പിയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ. ദ ലൈൻ എ ഡി ആൻഡ് ബി സി, എ ഡി എന്ന് പറയുന്ന ലൈനും ബി സി എന്ന് പറയുന്ന ലൈനും ഇൻ്റർസെക്റ്റ് അറ്റ് ക്യൂ, ക്യൂവിൽ മുട്ടിയിട്ടുണ്ട് അല്ലേ, ക്യൂവിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൂവ് ദാറ്റ്, നിങ്ങൾ പ്രൂവ് ചെയ്യണം, തെളിയിക്കണം. ദ ആംഗിൾസ് വിച്ച് ദ സ്മോൾ ആർക്ക് എ ബി മേക്സ് അറ്റ് ഓ. ചെറിയ ആർക്ക് ഇതാണല്ലോ ചെറിയ ആർക്ക്, എ ബി എന്ന് പറയുന്ന ചെറിയ ആർക്ക്. എന്തുകൊണ്ടാണ് സ്മോൾ ആർക്ക് എന്ന് പറയാൻ കാരണം? അപ്പുറത്ത് വലിയൊരു ആർക്ക് ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇപ്പം സ്മോൾ ആർക്ക് എ ബി മേക്സ് അറ്റ് ഓ, ദ ആംഗിൾ മേക്സ് അറ്റ് ഓ, ഓയിൽ ഉണ്ടാക്കുന്നതാണ് ഓണ്. ഓയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ ഓയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈസ് ദ സം ഓഫ് ദ ആംഗിൾ, ഈസ് ദ സം ഓഫ് ദ ആംഗിൾ, ആംഗിൾസിൻ്റെ സമ്മാണ്, തുകയാണ്. ഇറ്റ് മേക്സ് അറ്റ് പി ആൻഡ് ക്യൂ, പിയിലും ക്യൂവിലും ഉണ്ടാക്കുന്ന ആംഗിൾസ് അല്ലേ, ഈ രണ്ട് ആംഗിൾസ് ഇതും ഇവരുടെ സമ്മാണ്. ഇവർ രണ്ടും കൂടി കൂട്ടിയാൽ ഈ ആംഗിൾ കിട്ടും എന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ ഈ ആംഗിൾ കിട്ടും. ദ ആംഗിൾസ് മേക്സ് ദ ആംഗിൾസ്, ലുക്ക് അറ്റ് ഹിയർ, prove that the angles which the small arc AB makes at the O, that means the center, and it's equal to the sum of the angles at make P and Q, പിയിലും ക്യൂവിലും ഉണ്ടാക്കുന്ന ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വൽ ആണ് ഏത് ആംഗിൾ എന്ന് പറയുന്നത്? എ ബി എന്ന് പറയുന്ന ഈ ആർക്കിൻ്റെ സെൻറ്റർ ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഈ ആംഗിളും ഈ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ ഇത് ഈ ആർക്കിൻ്റെ സെൻറ്റർ ആംഗിൾ ആണ് കേട്ടോ. എ ബി എന്ന് പറയുന്ന ഈ ആർക്കിൻ്റെ സെൻറ്റർ ആംഗിൾ ആണ് 100 എന്ന് പറയുന്നത്. ഇത് 100 ആണെങ്കിൽ ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ, രണ്ടും കൂടി ആഡ് ചെയ്താൽ 100 കിട്ടുമെന്ന് പറയണം. രണ്ടും കൂടി ആഡ് ചെയ്താൽ 100 കിട്ടുമെന്ന് പറയണം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇത് 100 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സർക്കിളിൽ നോക്കിയിട്ട് എന്തൊക്കെ കാര്യം പറ്റും? ഇവിടെ എത്ര വരിക? ഇത് 50 അല്ലേ, 100ൻ്റെ ഹാഫ് അല്ലേ ഇവിടെ വരുന്നത് അല്ലേ. അതുപോലെ തന്നെ വാട്ട് അബൌട്ട് ഹിയർ? ദിസ് വൺ ആൾസോ 50 ഡിഗ്രി അല്ലേ. ഇത് രണ്ടും 50 ഡിഗ്രിയാണ്. ബിക്കോസ് സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് അല്ലേ ഇവിടെ ഉണ്ടാകുന്നത്, അതായത് ആർക്കിൻ്റെ സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഹിയർ? ഈ ആംഗിൾ എത്ര വരിക? ഇത് 50 ആണെങ്കിൽ ഇത് എത്ര വരിക? 130 ആണ്. കാരണം അത് ലീനിയർ പെയർ ആണ് അല്ലേ, ലീനിയർ പെയർ. ഇതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എഴുതി കൂടെ ദിസ് 150 ആൻഡ് വാട്ട് അബൌട്ട് ഹിയർ ദാറ്റ് ഈസ് 130. ഓക്കെ, കിട്ടിയോ? ഇനി ഇവിടെ നോക്കൂ, ഒരു കോർഡിനേറ്റർ അല്ലേ ഇതൊരു കോർഡിനേറ്ററിലാണ് അല്ലേ. ആ കോർഡിനേറ്ററിൻ്റെ ഒരാംഗിൾ 130, ഒരാംഗിൾ 130. ഇനി ഈ രണ്ട് ആംഗിളും കൂടി നമുക്ക് ചെയ്തുകൂടെ? എങ്ങനെ? ഇത് ഈ ആംഗിളിൻ്റെ പേര് നമ്മൾ ക്യൂ എന്നാണ്, ഈ ആംഗിളിൻ്റെ പേര് പി എന്നാണ് അല്ലേ. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് ക്യൂവും ഈ സിയും ഡിയും പിയും കൂടി 4 ആംഗിൾ ഉണ്ട്, 4 ആംഗിൾസ് അല്ലേ. ആ 4 ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 360 കിട്ടും. നമുക്കറിയാലോ അല്ലേ, 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 360 കിട്ടും അല്ലേ. അപ്പോൾ ഒന്ന് ആഡ് ചെയ്തേ. ഏതൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്? ക്യൂ, ആംഗിൾ ക്യൂ പ്ലസ് പിന്നെ ഏതാ? ആംഗിൾ പി പ്ലസ് പിന്നെ ഈ സി അല്ലേ, സി എത്രയാണ്? 130 ആണ് അല്ലേ. 130 പ്ലസ് ഇതും 130 ആണ് അല്ലേ. ഇങ്ങനെ ഈ 4 എണ്ണം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 360 കിട്ടും. നമുക്ക് ഉറപ്പാണല്ലോ അല്ലേ. ഓക്കെ, സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒരു സ്റ്റെപ്പും കൂടി ചെയ്ത് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ പി പ്ലസ് 130 പ്ലസ് 130 260 അല്ലേ. 260 ഈക്വൽ ടു 360. 260 നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. ഇപ്പോൾ ആംഗിൾ ക്യൂ പ്ലസ്
ആംഗിൾ പി ഈക്വൽ ടു 360 മൈനസ് 260. ആൻസർ 100. കിട്ടിയോ? ഇപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 100 കിട്ടി. ഇപ്പോൾ നമ്മുടെ കാര്യം ശരിയാണോ? ഇവിടെ 100 ആണെങ്കിൽ ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 100 കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിനി വേറെ നമ്പർ വെച്ച് പ്രൂവ് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ 2 പോയിന്റ് അല്ലേ, എ ബി എന്ന് മാർക്ക് ചെയ്തു. ദെൻ ഓക്കെ, സെൻറ്ററിലേക്ക്, ദെൻ ഇവിടുന്ന് ഈ ഭാഗത്തേക്ക്, ഇവിടുന്ന് ഇങ്ങനെ. ഇതാണ് നമ്മുടെ ചിത്രം എന്ന് പറയുന്നത് അല്ലേ. ഇത് ഒ, ഇവിടെ ക്യൂ പി അല്ലേ, പി ആൻഡ് സി ഡി. ഓക്കെ, സോ നമുക്ക് വേറെ ആംഗിൾ എടുത്ത് നോക്കാം അല്ലേ. ഇത് 80 എടുത്ത് നോക്കാം. 80 ഇത് 80 എടുക്കുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര വരിക? 40 ആൻഡ് ഹിയർ 40. ഓക്കെ, നെക്സ്റ്റ് ഇത് 40 ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണല്ലേ, ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇത് 140 അല്ലേ, ഇതും 140. ഓക്കെ, ഇനി ടോട്ടൽ സം എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആംഗിൾ ആഡ് ചെയ്യാനുള്ളത്? ക്യൂ നമുക്ക് അറിയാത്തതുകൊണ്ട് ക്യൂ എന്ന് എഴുതുന്നു. ക്യൂ പ്ലസ് പി നമുക്ക് അറിയുന്നില്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതുന്നു. പി പ്ലസ് അടുത്തത് 140, ദെൻ അഗെയിൻ 140 ആഡ് ചെയ്യുമ്പോൾ 360. സോ ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ പി പ്ലസ് 280 ഈക്വൽ ടു 360. സോ ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ പി ഈക്വൽ ടു 360 മൈനസ് 280 ആൻഡ് ആൻസർ ഈസ് 80. സോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് 80 എന്നാണ്. ഈ രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? 80 കിട്ടി. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ഓൾറെഡി. എന്താണ്? ഈ ആംഗിളും ഈ രണ്ട് ആംഗിളും അല്ലെ, ഈ ആംഗിൾ എന്താണോ അത് തന്നെയാണ് ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വാരിയബിൾ വെച്ച് പറയണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ദാ ഈ ഭാഗത്ത് അല്ലേ, എ ബി ഒ ക്യൂ പി സി ഡി അല്ലേ. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? എക്സ് എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ വാരിയബിൾ എടുത്ത് പറയണ്ടേ, എക്സ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? അതിൻ്റെ ഹാഫാണ് വരില്ലേ, x/2 എന്നാണ് വരിക. ഇത് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് വരും, ചിലപ്പോൾ മേ ബി ഇറ്റ് ഡിഫിക്കൽട്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സ് എടുത്തപ്പോൾ ഇവിടെ x/2 ആണല്ലേ. അപ്പോൾ ഇവിടെ എന്തെടുത്താൽ മതി? നിങ്ങൾ 2x എന്ന് എടുത്താൽ മതി. എന്തെടുത്താൽ മതി? 2x. ഇനി 2x എടുക്കണം നിർബന്ധമൊന്നുമില്ല, എക്സ് എടുത്ത് പറഞ്ഞാലും ക്ലിയർ ആവും കേട്ടോ. ഒന്നും കൂടി ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും x/2 വന്നതുകൊണ്ട്. സോ നിങ്ങൾ എന്തെടുക്കുക? ഇവിടെ എന്തെടുക്കുക? 2x എന്ന് എടുക്കാം അല്ലേ. ഇപ്പം എന്തെടുക്കുക? 2x ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഈ ആംഗിളിനെ നമുക്ക് എന്തെടുക്കാം? 2x എന്ന് എടുക്കാം അല്ലേ. ഓക്കെ, സോ ലെറ്റ് ആംഗിൾ AOB ഈക്വൽ ടു 2x. ഇത് 2x ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്താണ്? ഇതിൻ്റെ ഹാഫ് എത്ര വരിക? x. ഇവിടെ എന്താ വരിക? x ആണ് വരിക അല്ലേ. സോ ദെർഫോർ ആംഗിൾ ACB ഈക്വൽ ടു x. അതുപോലെ തന്നെ ADB ഈക്വൽ ടു x. 2x ആണല്ലോ. ഇനി ഈ ആംഗിൾ ഇത് എത്ര വരിക? ഓക്കെ, 180 മൈനസ് x അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 അല്ലേ. സോ വി ക്യാൻ റൈറ്റ് ആംഗിൾ BCP ഈക്വൽ ടു 180 മൈനസ് x. ആൻഡ് സിമിലർലി അല്ലേ, അതേപോലെ നമുക്ക് എന്തെഴുതാം? ADP എന്ന് പറയുന്നത് അല്ലേ. ആംഗിൾ ADP ഓൾസോ 180 മൈനസ് x അല്ലേ. ഇതും 180 മൈനസ് x എന്ന് എഴുതും. ഇനി എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 360. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, എല്ലാം കൂടി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആംഗിൾ Q പ്ലസ് ആംഗിൾ P അല്ലേ, ഈ രണ്ടെണ്ണം. ബാക്കി ഏതാ വരുന്നത്? 180 മൈനസ് x
പ്ലസ് 180 minus x equal to 360. So angle Q plus angle P plus 180 plus 180 360. Minus x പറഞ്ഞാൽ minus 2x ആണ് കേട്ടോ, മറക്കരുത്. മൈനസ് എക്സ് മൈനസ് 5 എന്ന് പറഞ്ഞാൽ ആൻസർ -10 ആണ്. സോ അതുപോലെ മൈനസ് എക്സ് പറഞ്ഞാൽ -2x കേട്ടോ. ഓക്കെ, ഈക്വൽ ടു 360. ഈ പ്ലസ് 360നെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയ മൈനസ് അല്ലേ, അപ്പോൾ 360 മൈനസ് 360 എന്ന് പറഞ്ഞാൽ 0 ആയില്ലേ. സോ നമുക്ക് ഇവിടുന്ന് ഈ 360 ക്യാൻസൽ ചെയ്യാം. ബാക്കി ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ പി ഈ -2xനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായിട്ട് മാറും, +2x. അപ്പോൾ 2x എന്ന് കിട്ടി. സോ ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ പി ഈക്വൽ ടു എന്ത് കിട്ടി, 2x കിട്ടി. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2x അല്ലേ, ഇത് 2x ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോഴും എന്ത് കിട്ടി, 2x കിട്ടി. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ 4x കൊടുത്തോളൂ. 4x കൊടുക്കുമ്പോൾ ഇവിടെ എന്താവും, 2x ആവും, ഇവിടെ 2x ആവും, ഇവിടെ 180 മൈനസ് 2x, 180 മൈനസ് 2x, പിന്നെ ഇതേപോലത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണല്ലോ. അപ്പം അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കട്ടോ. അതുപോലെ എക്സിന് പകരം y ഒക്കെ കൊടുത്തിട്ട് പ്രോബ്ലം എന്ത് ചെയ്യുക, വീണ്ടും ചെയ്ത് നോക്കുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, ലാറ്ററൽ എന്ന് പറയുന്നത്, ലുക്ക് അറ്റ് ഹിയർ, സർക്കിൾ ആൻഡ് കോഡിലാറ്ററൽ. ഓക്കെ, എന്താണ് ഈ സർക്കിൾ ആൻഡ് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സർക്കിളിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നത് വി കൻ കോൾഡ് സർക്കം സർക്കിൾ എന്ന് പറയും അല്ലേ. ആ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഒരു കോഡിലാറ്ററൽ. ആ കോഡിലാറ്ററിന് നമുക്കറിയാം, വി നോ ദാറ്റ് ഇറ്റ്സ് ആർ ദ 4 വെർട്ടിസസ് അല്ലേ, 4 വെർട്ടിസസ് ഉണ്ട്. ആ 4 വെർട്ടിസിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ നിങ്ങൾക്ക് വരക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ആ കോഡിലാറ്ററൽ നമ്മൾ എന്ത് പറയുന്നു, സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയുന്നു. സൈക്ലിക് കോഡിലാറ്ററൽ. What is that? Cyclic quadrilateral. എന്താ സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞാൽ, ഒരു കോഡിലാറ്ററലിൻ്റെ, വാട്ട് ഈസ് കോഡിലാറ്ററൽ, 4 sided figure is called quadrilateral. 4 sided geometrical closed figure is called quadrilateral. ആ കോഡിലാറ്ററലിനെ, ഇൻ എനി കോഡിലാറ്ററൽ നമുക്ക് 4 വെർട്ടസിലൂടെ ഒരു സർക്കിൾ വരക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, സർക്കിൾ പാസിങ് ത്രൂ ദ 4 വെർട്ടസ് അല്ലേ, ഒരു കോഡിലാറ്ററിൻ്റെ 4 വെർട്ടസിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ വരക്കാൻ കഴിയുമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് കോഡിലാറ്ററൽ ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ, ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി സൈക്ലിക് കോഡിലാറ്ററൽ അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ ഞാൻ നമ്മുടെ പറയുന്ന ഒരു സെൻറ്റൻസിൽ പറഞ്ഞു എന്ത്, ഒരു കോഡിലാറ്ററലിൻ്റെ 4 വെർട്ടസിലൂടെ നിങ്ങൾക്ക് സർക്കിൾ വരക്കാൻ സാധിക്കുകയാണെങ്കിൽ, if you can draw a circle with all the vertices passing through all the vertices, then it's called then the quadrilateral is called cyclic quadrilateral. അങ്ങനെയുള്ള കോഡിലാറ്ററലിനെ എന്ത് പറയാ, സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കഴിയുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ കഴിയാത്തത് ഉണ്ടാവുമല്ലോ അല്ലേ. എല്ലാ കോഡിലാറ്ററലിലും കഴിയില്ല എന്ന് പറഞ്ഞു, എല്ലാ കോഡിലാറ്ററലിലും കഴിയുന്നില്ല എന്നുള്ളത് ആ സെൻറ്റൻസ് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ. എന്തുകൊണ്ട്, വൈ, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് വരക്കാൻ കഴിയുന്നത്? ഒരു കോഡിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് രണ്ടും കൂടിയില്ലേ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടുമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് വൺ ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. ഒരു കോഡിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടസിലുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയാം അല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ, or we can say the sum of angles in opposite angles in a quadrilateral is 180, then the quadrilateral is a cyclic quadrilateral. ഒരു കോഡിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അതൊരു സൈക്ലിക് കോഡിലാറ്ററൽ ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ 4 വെർട്ടസിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ വരക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സ്ക്വയർ എന്ന് പറയുന്ന നമ്മുടെ കോഡിലാറ്ററൽ അല്ലേ, സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ.
സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കോഡിലാറ്ററലാണ്. 4 സൈഡുള്ളൊരു ഫിഗറാണ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ് എ സൈക്ലിക് കോഡിലാറ്ററൽ? ഇതൊരു സൈക്ലിക് കോഡിലാറ്ററൽ ആണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതൊരു സൈക്ലിക് കോഡിലാറ്ററാണ്. അപ്പോൾ സൈക്ലിക് കോഡിലാറ്ററൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ഇത് അങ്ങനെയുള്ള ഒരു കോഡിലാറ്ററലാണോ? അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ സമ്മ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ നമ്മുടെ സ്ക്വയറിൽ? തീർച്ചയായിട്ടുമുണ്ട്. ബിക്കോസ് ഓൾ ആംഗിൾസ് ഇൻ എ സ്ക്വയർ ആർ 90 ഡിഗ്രി. ഒരു സ്ക്വയറിൽ എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ്. നമുക്കറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് ഇതാണല്ലോ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇതാ ഇതും അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം മതി. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 90 + 90 എന്ന് പറയുമ്പോൾ ദാറ്റ് 180 ഡിഗ്രിയാണ്. സോ ഇതൊരു എന്താണ്? സൈക്ലിക് കോഡിലാറ്ററലാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 വേർട്ടസിലൂടെ വി ക്യാൻ ഡ്രോ എ സർക്കിൾ അല്ലേ? വി ക്യാൻ ഡ്രോ. നമുക്കൊരു സർക്കിൾ വരക്കാൻ കഴിയും. ഇങ്ങനെ ഒരു സർക്കിൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരക്കാൻ കഴിയും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയുന്നത്. സോ സൈക്ലിക് കോഡിലാറ്ററൽ പറ്റിയത് എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും എന്ന് പറയും അല്ലേ? അപ്പം ഞാനൊരു സർക്കിൾ വരച്ചു. അതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ ഒരു കോഡിലാറ്ററൽ വരച്ചു കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു കോഡിലാറ്ററൽ വരച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ആംഗിൾ അടയാളപ്പെടുത്തി. ഇത് 30 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞു. ദെൻ നിങ്ങളോട് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എത്രയാണ് എഴുതുന്നത്? നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ വരച്ചിട്ടുള്ള ഈ കോഡിലാറ്ററൽ എന്ന് പറയുന്നത് ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. ബിക്കോസ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ 4 വേർട്ടസിലൂടെയും ഈ സർക്കിൾ പാസ് ചെയ്തിട്ടുണ്ട്. ദെർഫോർ വി ക്യാൻ സേ ദിസ് വൺ ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. അപ്പോൾ ആ സൈക്ലിക് കോഡിലാറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ആ സൈക്ലിക് കോഡിലാറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം the sum of the opposite angle is 180 degree. In any cyclic quadrilateral, the sum of the opposite angles is 180 degree. Therefore, we can say that the angle is here, that is 150, because here 30 and we know that this 180 minus 30. 180 minus 30 is equal to 150. Clear ആണല്ലോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ സ്ക്വയറിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് വാട്ട് അബൌട്ട് ദ റെക്റ്റാങ്കിൾ? ഈസ് എ റെക്റ്റാങ്കിൾ എ സൈക്ലിക് കോഡിലാറ്ററൽ? റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആണോ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്? റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ, ഇതാണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ആംഗിളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 90 ഡിഗ്രി ആയിരിക്കും. സോ 90 + 90 + 90 that is equal to 180. So this one is a cyclic quadrilateral. We can draw a circle as passing through the 4 vertices in this figure അല്ലേ? ഈ റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഈ ഫിഗറിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ 4 വേർട്ടസിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ നമുക്ക് വി ക്യാൻ ഡ്രോ അല്ലേ? നമുക്ക് വരക്കാൻ കഴിയും. Therefore we can say the rectangle is a cyclic quadrilateral. Rectangle is a cyclic quadrilateral. ഓക്കെ, നെക്സ്റ്റ് ഒരു ഭാഗമാണ് പാരലോഗ്രാം എന്ന് പറയുന്നത്. പാരലോഗ്രാം എന്ന് പറയുന്നത് പാരലോഗ്രാം എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആണോ എന്നൊരു ചോദ്യം കാരണം മനസ്സിലെപ്പോഴുണ്ട്. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെയാണ് നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത് അല്ലേ? ഇങ്ങനെയുള്ള ഈ ചിത്രത്തിനാണ് നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത്. പാരലോഗ്രാം എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോഡിലാറ്ററൽ. ഇത് കോഡിലാറ്ററൽ ആണ് അല്ലേ? ബിക്കോസ് ഇറ്റ്സ് ഹാവ് 4 സൈഡ്, ദെൻ ഇറ്റ്സ് കോൾഡ് കോഡിലാറ്ററൽ. ആൻഡ് ഈസ് ഇറ്റ് സൈക്ലിക് കോഡിലാറ്ററൽ? അവിടെയാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അല്ലേ? ഇത് സൈക്ലിക് കോഡിലാറ്ററൽ ആണോ? സൈക്ലിക് കോഡിലാറ്ററൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആയിരിക്കും. നോക്കൂ, ഈ 2 ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ? അത് 90ൽ കുറവായിരിക്കും. one pair of opposite angles are less than 90 degree and one pair of opposite angles are greater than 90 degree. ഇതാണ് ഈ പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ 90 + 90 എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ആവുള്ളൂ അല്ലേ? ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് 80 + 80, ഇത് 80 ആണെങ്കിൽ ഇഫ് ദ ആംഗിൾ ഈസ് 80 ആൻഡ് ദിസ് ആംഗിൾ ആൾസോ 80 ഡിഗ്രി. ഇത് രണ്ടും ഈക്വലി കേട്ടോ. അതിനാണ് നമ്മൾ പാരലോഗ്രാം എന്നൊക്കെ പറയാം, ഒക്കെ പഠിച്ചിട്ടുണ്ടാവും.
അപ്പോൾ 80 + 80 എന്ന് പറയുമ്പോൾ 160 വരെ ആവുള്ളൂ, 180 കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ? അല്ല. ഇത് 90ൽ കൂടുതലാണ്, 100 വന്നു. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവണം, അത് നിർബന്ധമാണ് അല്ലേ? അപ്പോൾ പാരലോഗ്രാം എന്ന് പറയുന്നത് എന്തല്ല? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല അല്ലേ? സോ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് എന്താ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്ന് ഹെഡിങ് എഴുതാം. അതിന് ശേഷം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സോ വാട്ട് ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ഒരു സർക്കിൾ പാസിംഗ് ത്രൂ ദ ഓൾ ദ വെർട്ടീസസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ, ദെൻ ഓക്കെ ദാറ്റ് ഈസ് കോൾഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം അല്ലേ? ജസ്റ്റ് ഒരു സർക്കിൾ വരക്കുക, അതിൻ്റെ ഉള്ളിലൊരു ഇതേപോലെ ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കുക, അത്രമാത്രം മതി. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ നമുക്ക് നമ്പർ വെച്ചിട്ടല്ലല്ലോ നമ്മൾ ജനറൽ പറയാം അല്ലേ? എക്സ് ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എന്തായിരിക്കും വരിക? 180 - x. എന്നാൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, ഒന്ന് എക്സ് ഒന്ന് 180 - x എന്ന് എഴുതാം അല്ലേ? സോ ദിസ് വൺ ഈസ് കോൾഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇത് എഴുതേണ്ട ഒരു ബോക്സ് എന്ന് പറയും, നോക്കൂ ഇത് അവിടെ കണ്ടോ? ഇഫ് ഓൾ ഫോർ വെർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഓൺ എ സർക്കിൾ, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടിസസ് ഓൺ എ സർക്കിളിലാണെങ്കിൽ ദെൻ ഇറ്റ്സ് കോൾഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആൻഡ് the opposite angles are supplementary. Supplementary എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുന്നതിനാണ് നമ്മൾ സപ്ലിമെൻ്ററി എന്ന് പറയുക, സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അവരെന്താണ്? സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ അത് ഓർമ്മയിലുണ്ടായിക്കോട്ടെ. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ഭാഗം കൂടി നിങ്ങളത് ജസ്റ്റ് ഒന്ന് അതിൽ എഴുതിയിടണം കേട്ടോ. അതായത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ വലിയ വലിയ തലത്തിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കണം. ഈ ഒരു ഫിഗർ നോക്കുക, നിങ്ങൾ നേരത്തെ എഴുതിയതിൻ്റെ അടിയിൽ എഴുതിയാൽ മതി കേട്ടോ. ഈ 3 ഫിഗർ, ഇതിൻ്റെ പ്രത്യേകത എന്താ? 3 വേർട്ടസ് നോക്കുക, 3 വേർട്ടസ് സർക്കിളിലാണ്, ഓൺ ദ സർക്കിളിലാണ് അല്ലേ? 3 വേർട്ടസ്, ഒരു വേർട്ടസ് സർക്കിളിൻ്റെ പുറത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന ആംഗിളും ഈ ഡി എന്ന് പറയുന്ന ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ 180ൽ കുറവായിരിക്കും. 180ൽ എന്തായിരിക്കും? കുറവായിരിക്കും, ലെസ് ദാൻ 180. സോ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി, ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ലെസ് ദാൻ 180. എന്താ എഴുതേണ്ടത്? ലെസ് ദാൻ 180. 180ൽ എന്തായിരിക്കും? ലെസ് ദാൻ. ഈ തുറന്ന് പിടിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വലുതാണ് അല്ലേ? കൂർത്ത് നിൽക്കുന്ന ഭാഗം ആരുടെ നേരെയാണോ അയാൾ ചെറുതായിരിക്കും. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180നേക്കാളും എന്തായിരിക്കും? ചെറുതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ 3 വേർട്ടീസസ് ഓൺ ദ സർക്കിളും, ഒരു വേർട്ടസ് സർക്കിളിൻ്റെ ഉള്ളിലുമാണെങ്കിൽ ആ 2 ആംഗിൾസ്, അതായത് ബിയും ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. 180 ഡിഗ്രിനേക്കാളും എന്തായിരിക്കും? കൂടുതലും ആയിരിക്കും അല്ലേ? അപ്പോൾ അത്രയും മതി. അതിൻ്റെ പ്രൂഫ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഈ കാര്യം ജസ്റ്റ് നോക്കി ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരികയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇങ്ങനെ ഒരു ചിത്രം തന്നു, എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ ആംഗിള് ഡി, ബി എന്ന് പറയുന്ന ആംഗിള് 130 ആണ്. ബി എന്ന് പറയുന്ന ആംഗിള് 130 ആണ്. ഡി എന്ന് പറയുന്ന ആംഗിൾ ആവാൻ സാധ്യതയുള്ള ആംഗിൾസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ്. ഒരു ആംഗിൾ 60 ഡിഗ്രി, അങ്ങനെ നിങ്ങൾക്ക് കുറേ ആംഗിൾസ് തരാണ്. 60 ഡിഗ്രി, 90 ഡിഗ്രി, 20 ഡിഗ്രി, 70 ഡിഗ്രി. ഓക്കെ, ഇത്രയും ആംഗിൾസ് തന്നു. ഇതിൽ ഡി എന്ന് പറയുന്ന ആംഗിള് ആകാൻ സാധ്യതയുള്ള ആംഗിൾ ഏതാണ്? നമുക്കറിയാം 3 വേർട്ടിസസ് ഓൺ ദ സർക്കിളിലും ഒരെണ്ണം പുറത്തുമാണെന്നുണ്ടെങ്കിൽ ആ 2 ആംഗിൾ, ഇവിടെയുള്ള 2 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180ൽ എന്തായിരിക്കും? കുറവായിരിക്കും. 180ൽ കുറവായിരിക്കും.
അപ്പോൾ ഞാൻ ഈ ആംഗിൾ 60 ഡിഗ്രി എടുത്താൽ 60 + 130 എന്ന് പറയുമ്പോൾ 190 അല്ലേ? അപ്പോൾ 60 ആവുമോ? ഇല്ല. ഇനി 90 എടുക്കാൻ പറ്റുമോ? 90 + 130 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് എടുക്കാൻ പാടില്ല. 20 എടുത്താലോ? 20 + 130 എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ അത് 180ലേക്കാൾ കുറവാണ്. അപ്പോൾ 20 ആകാം അല്ലേ? 70 പറ്റുമോ? 70 + 130 എന്ന് പറയുന്നത് 200 ആണ് വരുന്നത് അല്ലേ? 70 + 130 എന്ന് പറയുമ്പോൾ 200 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ അതും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ്, സോറി 180 ഡിഗ്രിയാണ്. സോ ഇവിടെ വരാൻ ചാൻസ് ഉള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? 20 ആണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇവിടെ ഇതുപോലെ ഇതും അതേപോലെ തന്നെ ഒരു ചോദ്യം വരും. അപ്പോൾ ആ ഭാഗം നിങ്ങൾ മറക്കരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ആ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? അത്രയും സൈക്ലിക് ക്വാഡ്രിലാറ്ററലും അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ ചോദ്യം നന്നായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയട്ടെ. ബൈ.